ഈ കോടാലി എടുത്തെറിയരുത്. അതെറിഞ്ഞാല് വീണ്ടും ഒരു കേരളം എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പൊ നിന്റെ അച്ഛൻ എന്നിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതിനെക്കൊണ്ട് നിന്റെ അച്ഛൻ ചോദിച്ചു ഈ പ്രാവശ്യം ഒന്ന് പാസ്സാവൂ. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ പ്രാവശ്യം ഞാൻ പാസ്സായില്ലെങ്കിൽ എന്റെ പേര് അച്ഛൻ പട്ടി കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. അങ്ങനെ റിസൾട്ട് വന്ന് ഞാൻ ഒരു നല്ലൊരു കുട്ടീനെ വാങ്ങിയിട്ട് അച്ഛനെ കൈ കൊണ്ട് കൊടുത്തിട്ട് വാങ്ങി പേരിട്ടു. എടാ ബാബു ഗ്യാസ് ആണോടാ? ഒന്നും പറയണ്ട അളിയാ, രാവിലെ ഒരു കപ്പ് തന്ന് അന്നേരം തൊട്ട് തുടങ്ങി. അളിയൻ കേട്ടായിരുന്നോ? എടാ അതല്ലേ ചേതാ ഗ്യാസ് ആണോ വിറകാണോ? അല്ല അപ്പനും അച്ഛനും തമ്മിൽ രണ്ട് വൈബിലുള്ള ആൾക്കാരാണ്. ഒരാൾ വിളയിലാണെങ്കിൽ ഒരാൾ വയലിലായിരിക്കും. അപ്പം എൻ്റെ അച്ഛൻ്റെ പോക്കറ്റിൽ ഫോണാണെങ്കിൽ അപ്പൻ്റെ പോക്കറ്റിൽ പൈൻ്റ് ആയിരിക്കും. പിന്നെ അച്ഛൻ ബാറ്റപ്പിലാണ് കുളിക്കണമെങ്കിൽ അപ്പം ആറ്റിലാണ് കുളിക്കണം. ഗ്യാസിന് വില കൂടുതലാണ് വിറക് റെഡിയാക്കിയിരിക്കുന്നത്. ഗ്യാസിന് 12,000 രൂപയായിരുന്നു, വിറക് 6,000 രൂപയുള്ളൂ. അത് മതി. അല്ലെങ്കിൽ തന്നെ ഈ പുള്ളിക്കാരനെ 4 കരിയിലേയും തൂത്തുകൂട്ടി ഒരിടപ്പ് മണ്ണെണ്ണ ഒഴിച്ച് പുകച്ചങ്ങ് മാറ്റാനുള്ള സാധനമുള്ളെന്ന്. അച്ഛനും അപ്പനുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും പക്ക ഡിഫറൻസ് ആണ്. മനസ്സിലായി? അച്ഛനും മോനാണെന്ന് എനിക്ക് ഇതൊരു അറിഞ്ഞൂടാ. പിന്നെ ഒരു കാര്യം ചെയ്യും, ജട്ടി കെട്ടിയിട്ട് മരം വെട്ടാൻ ഞാൻ സമ്മതിക്കൂല. അവിടെ വിവരമില്ലാത്തവരെ കൊണ്ടൊക്കെ മരം ഉള്ളതിനെ കൊണ്ടാണ് മഴ പെയ്യുന്നത്. ആണോ? ആ അപ്പൊ മേഘം പറ്റ പഴ വാങ്ങാതായിരുന്നേ. അപ്പൂപ്പൻ ഭയങ്കരമായിട്ട് അധ്വാനിക്കാൻ ശീലമുള്ള ആളായിരുന്നു. അപ്പൂപ്പൻ രാവിലെ മോർണിംഗ് വാക്കിന് പോയാൽ പോലും എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചിട്ടേ വരുള്ളൂ. ആരെങ്കിലും കമ്മല വളയ മാല എന്തെങ്കിലുമൊക്കെ അധ്വാനം കാണാം. ഈ പുള്ളി ചെതറി പോയോണ്ട് ഞാൻ പറയില്ല, മരിച്ചതുകൊണ്ട് ഞാൻ പറയുമല്ല. നല്ലൊരു മനുഷ്യനായിരുന്നു. അയ്യോ തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. പക്ഷേ ചില സമയത്ത് ചില വേണം പന്ന സ്വഭാവം. ഞാൻ ഈ മരം വെട്ടാൻ വന്നതാ. ഈ മരം വെട്ടിയ ചോര വരൂ. എന്താ ഇതത്രയ്ക്ക് അത്ഭുത മരമോ? മരത്തുന്നല്ല, എന്റെ ചെവി അടിച്ച് ഞാൻ പൊട്ടിക്കും. മരത്തുമ്പോ തൊട്ട് മാറിക്കാൻ കൂട്ടി. അപ്പൊ ഞാൻ 6ാം ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് കെമിസ്ട്രി ലാബ് കാണുന്നത്. ആദ്യമായിട്ട് അപ്പൂപ്പൻ്റെ റൂമിൽ കയറി ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് കുറെ ട്യൂബൊക്കെ ഇങ്ങനെ വെച്ച്. അപ്പൊ ഞാൻ സംഭവിച്ചത് എന്തൊരു സംഭവം, വൈകുന്നേരം പോലീസ് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് വാറ്റായിരുന്നു സംഭവം. അങ്ങനെ കോയിൻ കടന്നു തരാം. ഒരു 2 രൂപ കോയിൻ കടന്നു തരാം. അല്ല അങ്ങോട്ട് പോയി വയറിന് സുഖമില്ല, ബാത്റൂമിൽ ഒന്ന് പോകാനാ. ഞാനേ മുടിഞ്ഞ ഒരു മുതലാളിയായോണ്ട് അതിന് ക്രിമിനേടി കൊണ്ട് പൈസ കൊണ്ട് കൈകൊണ്ട് നടക്കുന്നത്. ഈ മുടിഞ്ഞ ഒരു മുതലാളിയാണെന്ന് അറിയാമായിരുന്നല്ലോ. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ക്രിമിനേടി ഉണ്ടാവും അറിയാമല്ലോ. എന്നിട്ടും 2 രൂപ കൈ കൊണ്ട് നടക്കാത്ത ഇയാൾ ദൂരണ്ട. അപ്പൂപ്പന് ഈ ആൾക്കാരെ കാണുമ്പോൾ ഷോ കാണിക്കണം. മറ്റേ നമ്മളിപ്പോഴത്തെ കാലത്തിൽ ഐഫോണൊക്കെ ചെവി വെച്ചിട്ട് നമ്മൾ ഷോ കാണിക്കണം. ഡുഗാറ്റി ബൈക്കിലൊക്കെ കാണാം. അന്ന് അപ്പൂപ്പ ഒരു തെങ്ങിന്ന് അപ്പുറത്തെ തെങ്ങി ചാടി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഷോ കാണിക്കണം. പെൺകുട്ടികൾ പക്ഷികളെ പോലെ പറക്കട്ടെ എന്നുള്ള സ്റ്റാറ്റസ് കണ്ടിട്ട് അവനെ തന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ ഒരുത്തി നാൾ പോയി കെട്ടിയതാണ്. പക്ഷെ ഇപ്പൊ അവൻ പറയണം നമ്മുടെ നാട്ടിലെ പക്ഷികളെല്ലാം ഒരു 6 മണിക്ക് പറക്കാൻ തുടങ്ങി 6:30 ആകുമ്പോൾ കൂട്ടിക്കയറുന്നതാണ് പതിവ്. അച്ഛനെ പോലെ കലിപ്പാണ്. അമ്മ ഒന്നും കഴിക്കുന്നില്ല. ഒരു നേരം 1 കിലോ ഓട്സൊക്കെ അമ്മച്ചി കഴിച്ചോളൂ. പറമ്പിൽ ഒന്നിനെയും കയറ്റൂല. കൊക്ക് വരാണെങ്കിൽ കൊക്കിന്റെ ചുണ്ടറിഞ്ഞ് പൊട്ടിക്കും. വെള്ളം കുടിക്കാൻ എന്നിട്ട് അണ്ണ വന്ന് പഴം തിന്നാൻ പറഞ്ഞ അണ്ണന്റെ കണ്ണെറിഞ്ഞ് പൊട്ടിക്കും. ബ്രഷ് ഉള്ളവ തേച്ചാ മതി. എന്റെ ബ്രഷ് ഞാൻ പല്ല് തേക്കാൻ പോകുന്നു. എന്റെ ബ്രഷ് ഇത് ബ്രഷാണോ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലമുടിയാണോ? എന്തേ? അല്ല ചുറ്റിലും പൂട മാത്രമേ ഉള്ളൂ, നടക്കൊന്നുമില്ല.